വാർത്തകളിലേക്ക്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാൻ JMM നേതാവ് ചെമ്പൈ സോറന് ഗവർണർ CP രാധാകൃഷ്ണന്റെ ക്ഷണം. ചെമ്പൈ സോറൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. അച്യുതൻ, ജാർഖണ്ഡിലെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണോ? സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നേരത്തെ ക്ഷണിക്കാതിരുന്നതോടെ BJPയുടെ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണങ്ങളൊക്കെ JMM ഉന്നയിച്ചിരുന്നല്ലോ. അരുണ്യ, ഏറെ അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ ആ തീരുമാനമുണ്ടായിരിക്കുന്നത്. കാരണം ഈ ജാർഖണ്ഡ് ഹേമന്ത് സോറന്റെ അറസ്റ്റിന് പിന്നാലെ ഈ നിയമസഭാ കക്ഷിയോഗം അടുത്ത മുഖ്യമന്ത്രിയായി ഈ JMMന്റെ മുതിർന്ന നേതാവ് ചെമ്പൈ സോറനെ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷേ ഇക്കാര്യം ഗവർണറെ അറിയിച്ചെങ്കിലും ഈ MLA-മാരുടെ അടക്കം പിന്തുണ അത് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ ഇന്ന് വൈകിട്ട് ചെമ്പൈ സോറൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വീഡിയോ കോൾ വഴി ഈ ഗവർണറുടെ പിന്തുണ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള ഒരു ക്ഷണം അത് നൽകിയിരിക്കുന്നത്. ഇന്ന് ചെമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. നിലവിൽ ഈ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതിനു മുൻപും മന്ത്രിയായി പ്രവർത്തനമനുഷ്ഠിച്ച ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് ചെമ്പൈ സോറൻ. അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്കായിരുന്നു പാർട്ടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിയത്. എന്തായാലും ചെമ്പൈ സോറൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം തന്നെ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും ഈ ഒരു സമയത്ത് തന്നെ തുടരുന്നുണ്ട്. ഈ MLA-മാരെ JMM-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാരെ ഹൈദരാബാദിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. എന്തായാലും സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിൽ ഇനി അത്തരം നീക്കങ്ങളിലേക്ക് ഭരണകക്ഷി കടക്കില്ല എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ടിട്ട് ED അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ നൽകിയ ഹർജി കൂടി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇന്ന് പുലർച്ചെ 10:30 ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും M സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങളാണ് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഒരു വശത്ത് ഈ ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട EDയുടെ നീക്കവും മറ്റൊരു വശത്ത് രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള വികാസങ്ങളുമാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണ്യ, പ്രതിസന്ധിക്കൊടുവിൽ ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാൻ JMM നേതാവ് ചെമ്പൈ സോറന് ഗവർണറുടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ചെമ്പൈ സോറൻ രാവിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഭരണപ്രതിസന്ധിക്ക് ഇതോടെ വിരാമമുണ്ടാകുമെന്നാണ് കരുതുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരം.